മക്കളെ, നമ്മൾ പണ്ട് സാധനം വാങ്ങും. എങ്ങനെ വാങ്ങുക? കോയാക്കാടെ കടയിൽ പോയിട്ട് മമ്മദ് വാങ്ങും, അല്ലേ? തോമസ് ചേട്ടന്റെ കടയിൽ പോയിട്ട് രാമു വാങ്ങും. രമേശ് ചേട്ടാ വാങ്ങും. എന്ത് ചെയ്യും? ഫിസിക്കലി സാറ് സാധനം എനിക്ക് തരും. ഫിസിക്കലി എന്റെ പോക്കറ്റിൽ നിന്ന് നോട്ടെടുത്ത് ഞാൻ കൊടുക്കും. ആണോ അല്ലയോ? ഓക്കെ. ഇപ്പൊ ഞാൻ ഈ സാധനം ആമസോണിൽ നിന്ന് വാങ്ങുന്നു. ഞാൻ ഫിസിക്കലി ആമസോണായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഓൺലൈനിൽ ആമസോണിൽ സാധനം വാങ്ങുന്നു. അപ്പൊ ഞാൻ ഓൺലൈനിൽ ആമസോണിന് പേയ്മെന്റ് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കണേ? എങ്ങനെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നേ? ഡിജിറ്റലി എങ്ങനെ? UPI ത്രൂവോ അല്ലെങ്കിൽ കാർഡ് ത്രോ? ഇപ്പൊ നിങ്ങൾ ഡിജിറ്റലി കൊടുക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? പണ്ട് ഞാനും സാറും ഫിസിക്കലി കൊടുത്ത പോലെ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഡിജിറ്റലി കൊടുക്കുന്നില്ലേ? അപ്പൊ വെബ് 2ന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നു. എങ്ങനെ? UPI പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച്. ആണോ അല്ലയോ? ഇപ്പോഴും നമ്മൾ നടത്തുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ വെബ് 3യുടെ അപ്ലിക്കേഷൻ വന്നു. ഇന്ന് വെബ് 2 ഉള്ള സ്ഥലത്തെല്ലാം നാളെ വെബ് 3 റീപ്ലേസ് ചെയ്തു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഫിനാൻസിൽ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ, സ്റ്റോക്ക് റെക്കോർഡിംഗിൽ, ഹെൽത്ത് കെയറിൽ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയിൻ അപ്ലിക്കബിൾ ആണ്. ഈ സ്ഥലങ്ങളെല്ലാം ബ്ലോക്ക് ചെയിൻ അപ്ലിക്കബിൾ ആയാൽ ഇന്ന് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പകരം വെബ് 3 ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കാൻ ഒരു മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ സാധനം വേണ്ടേ? അതെന്തായിരിക്കും? അതായിരിക്കും ക്രിപ്റ്റോ കറൻസി.